ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 ആഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും കാണുന്നത് അല്ലേ. ഒരു ലോങ് ഗ്യാപ്പ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എല്ലാ വീക്കിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, ഇതൊരു ഭയങ്കര ഒരു ഗ്യാപ്പായിപ്പോയി. മറ്റൊന്നും കൊണ്ടല്ല, എനിക്കിപ്പോൾ അൺപാസിങ്ങിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ബ്ലോക്കിൻ്റെ ക്ലാസ് കഴിഞ്ഞു. അത് മൊത്തം 3 ബ്ലോക്കാണ് ഉള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിരുന്നല്ലോ, എന്തൊക്കെയാണ് നമുക്ക് എക്സാമിന് ചോദിച്ചത്, എന്തൊക്കെയായിരുന്നു പഠിപ്പിച്ചത്, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ സെക്കൻഡ് ബ്ലോക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി ഒരു ബ്ലോക്കും കൂടി ഉണ്ട്. അതായത് 3 മാസമാണ് നമുക്ക് എക്സാം. അപ്പോൾ ഇനി ഒരു മാസം കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, എങ്ങനെയായിരുന്നു ഇതിൻ്റെ എക്സാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അൺപാസിങ്ങിൻ്റെ എക്സാമിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമുക്ക് ഇത്ര മണിക്കൂർ ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. ആ ഒരു നമ്മുടെ ട്രെയിനിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തിയറി ക്ലാസ് ഉണ്ടാവും ഒരു 3 മാസത്തോളം. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വൈവേ ടെസ്റ്റ് ഉണ്ട്. അതോടെ നമ്മൾ ആ വൈവേ ടെസ്റ്റ് കഴിയുമ്പോൾ നമ്മുടെ എക്സാം കംപ്ലീറ്റ് ആയി. ഇത്ര മാത്രമാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഞാൻ കേട്ടറിഞ്ഞ വിവരങ്ങൾ ഇത്രയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും കണ്ടിന്യൂസ് പ്രൂഫും എഴുതണ്ട, അൺപാസിങ് ബെറ്റർ ആണല്ലോ, വൈവേ ടെസ്റ്റ് ഉള്ളൂ, എന്തായാലും നമ്മൾ എന്താ പറയുന്നത്, എഴുതുമൊന്നും വേണ്ടല്ലോ. മറ്റേ കണ്ടിന്യൂസ് പ്രൂഫിംഗ് ആകുമ്പോൾ നമ്മൾ തിയറി എഴുതണം, തിയറി എഴുതണം, വൈവേ ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അത് വേണ്ടല്ലോ, വൈവേ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഇത് എളുപ്പമാണെന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ അൺപാസും മതി എന്ന് നിർബന്ധം പിടിച്ച് അങ്ങനെ വന്നത്. അൺപാസും ഉള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അത് നോക്കിയിട്ട് ഓൾഡ് ഏജ് ഹോം ആയാലും ഹോസ്പിറ്റൽ ആയാലും അൺപാസും ഉള്ളത് മതി എന്ന് നിർബന്ധം പിടിച്ച് ഇരുന്നത്. പക്ഷേ അൺപാസിങ് നമ്മൾ നാട്ടിൽ നിന്ന് കേട്ടറിഞ്ഞ് വരുന്ന പോലെയല്ല എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അൺപാസിങ് ആയാലും കണ്ടിന്യൂസ് ആയാലും ഒരേപോലെയാണ്. നമ്മൾ തിയറി എക്സാം എഴുതുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരിക്കലും അൺപാസിങ് ഒരു ഈസി ടാസ്ക് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം ഈ ഒരു 5 മാസത്തോളം ട്രെയിനിങ് പീരീഡ് നമുക്ക് അത്ര പ്രശ്നമില്ല. പക്ഷേ തിയറി ബ്ലോക്കിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം പഠിക്കണം. കണ്ടിന്യൂസ് പ്രൂഫിങ്ങിന് പഠിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. നമ്മൾ എക്സാം എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വൈവേ ടെസ്റ്റിന് വേണ്ടി നമ്മളത് മൊത്തം പഠിച്ചു വെക്കുള്ളൂ. അപ്പോൾ അതൊരു ഈസി ടാസ്ക്കായിട്ട് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ. കാരണം പലരും നാട്ടിൽ നിന്ന് പറയാറുണ്ട്, ഞാനും വരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, അയ്യോ എന്തായാലും കണ്ടിന്യൂസ് അല്ലല്ലോ, അൺപാസും ആണല്ലോ, രക്ഷപ്പെട്ട്. ഒന്നുമില്ല, ഒരു രക്ഷപ്പെടലും ഇല്ല. നിങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അൺപാസിങ് ആണെങ്കിൽ പെട്ടു എന്ന് തന്നെ പറയാം. കാരണം കണ്ടിന്യൂസ് ആണെങ്കിൽ പെട്ടെന്ന് കുറേ കൂടെ ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു എക്സാമും കാര്യങ്ങളും ഒക്കെ നമുക്ക് തിയറി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, തിയറി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അതോടെ. അൺപാസിങ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു എന്താ പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ആ ഒരു അവേഴ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 4-5 മാസത്തോളം നമ്മുടെ ടൈം പോവും. പിന്നെ അത് കഴിഞ്ഞ് തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ കണ്ടിന്യൂസിലേക്ക് പഠിക്കണ പോലെ തന്നെ എല്ലാം നമ്മൾ പഠിക്കുകയും വേണം. അപ്പോൾ പിന്നെ എന്താണ്, നമ്മൾ എവിടെയാണ് രക്ഷപ്പെട്ടത് എനിക്ക് അറിയത്തില്ല. ഇവിടെ വന്നിട്ട് എവിടെയാണ് രക്ഷപ്പെട്ടത്, പെട്ടു എന്ന് പറഞ്ഞാൽ മതി. എന്താ പറയുന്നത്, അത് നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ അങ്ങനെ. അപ്പോൾ അതൊരു വെറും മിഥ്യാധാരണയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി എനിക്ക് ഇതിൽ പറയാനുണ്ട്. ഇതിപ്പോൾ അൺപാസ്ഡ് ആണോ കണ്ടിന്യൂസി ആണോ എളുപ്പം എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്കുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഏജൻസി വഴിയാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് എഴുതാതെ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 മോഡ്യൂളൊക്കെ കിട്ടി, അല്ലെങ്കിൽ ലാംഗ്വേജ് ഇവിടെ വന്നിട്ട് എഴുതാമെന്നുള്ള പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് കയറി വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എന്തായാലും നാട്ടിൽ നമുക്ക് സീറ്റൊന്നും കിട്ടുന്നില്ല എഴുതാനായിട്ട്. എന്താ പറയുക, മൊത്തം ആളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേസ് കിട്ടുന്നില്ല. അപ്പം നമ്മൾ കേരളത്തിന് വെളിയിലോട്ട് പോയാൽ പോലും നമുക്ക് ഇത് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് എക്സാം എഴുതിയെടുക്കാമല്ലോ, എന്തായാലും പെട്ടെന്ന് ഇനി വരാമല്ലോ എന്നൊക്കെ ഉള്ളൊരു ധാരണയിൽ ആൾക്കാർ കയറി വരുന്നവരുണ്ട്. അങ്ങനെ ഏജൻസികൾ പലതും കൊണ്ടുവരുന്നുമുണ്ട് അങ്ങനെ ആൾക്കാരെ. എന്നിട്ട് ഇവിടെ വന്ന് എഴുതുന്നവരുമുണ്ട്. എനിക്ക് അങ്ങനെ പേഴ്സണലി എഴുതിയ ആൾക്കാരെ എനിക്കറിയാം. ഇവിടെ വന്നിട്ട് P2 എഴുതിയെടുത്ത് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ്റെ എക്സാം എഴുതിയെടുത്ത ആൾക്കാരെ എനിക്കറിയാം. ഒരിക്കലും അത് ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരിക്കലും അതൊരു ഈസി ടാസ്ക് അല്ല, ഒരിക്കലും അത് എളുപ്പമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആദ്യത്തെ ആ ഒരു വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ട്രഗിള് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക കഷ്ടപ്പാട് എത്രയാണെന്ന് അനുഭവിച്ചവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചു, അവരൊക്കെ പാസ്സായിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്താ പറയുന്നത്, ആ ഒരു വർഷം അവർ മര്യാദയ്ക്ക് നാട്ടിൽ നിന്ന് ലാംഗ്വേജ് പഠിച്ച് തീർത്തിട്ട് പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. എക്സാം പോലും അറ്റൻഡ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പഠിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു എന്താ പറയുന്നത് തൊല കയറിയിട്ട് ചാടിക്കയറി പോരുന്നതാണ്. ഇവിടെ വരുമ്പോൾ ലാംഗ്വേജ് മര്യാദയ്ക്ക് അറിയത്തില്ല, അതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ. അതിൻ്റെ കൂടെ
നമുക്ക് ഫുൾ അക്സെപ്റ്റൻസ് അല്ല കിട്ടിയതെങ്കിൽ, ഇപ്പോൾ എന്താ പറയുന്നത്, രജിസ്ട്രേഷൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഓർക്കുണ്ട് കിട്ടാനായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ഫുൾ അക്സെപ്റ്റൻസ് അല്ല നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് പ്രൂഫിങ്ങോ അൺപാസോ ലേർക്കാണോ ചെയ്യണം. ഈ സമയത്ത് നമുക്ക് തിയറി ബ്ലോക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, ഇഷ്ടം പോലെ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇത് പഠിക്കണം, ഇത് ഈ ഒരു വർഷത്തിനുള്ളിൽ പഠിച്ച് അതിൻ്റെ എക്സാം പാസ്സാവണം. അതിനോടൊപ്പം B2 എക്സാമും ഇവിടെ വന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ പഠിച്ച് പാസ്സാവുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് മാത്രം പഠിച്ച എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തോരം കഷ്ടപ്പെട്ടാലാണ്. അതിൻ്റെ കൂടി ഇതും കൂടെ പഠിക്കണം. അപ്പോൾ ലാംഗ്വേജ് മര്യാദയ്ക്ക് അറിയാത്ത ഒരാളാണെന്നുകൂടെ വിചാരിച്ചോണം. നമുക്ക് നമ്മുടെ എന്താ പറയുന്നത്, വർക്ക് പ്ലേസിലുള്ള പ്രഷർ, അങ്ങനെ അതെല്ലാം കൂടെ ആകുമ്പോൾ ആദ്യത്തെ ആ ഒരു വർഷം നിങ്ങൾ തീക്കകത്ത് നിൽക്കുന്ന പോലെ ആയിരിക്കും. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ ഒരു അഭിപ്രായം മാത്രമേ ഞാൻ പറയണേ. ഇതിലെനിക്ക് പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ കേട്ടറിഞ്ഞ കാര്യം മാത്രമാണ് പറയുന്നത്. അതിനുവേണ്ടി എന്നെ ആരും പൊങ്കാലയിടാൻ വരണ്ട. എന്നോട് അഭിപ്രായം ചോദിച്ചവർക്കുള്ള അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നിയിടത്തോളം അത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ഇതെങ്കിലും നിങ്ങളുടെ തലയിൽ നിന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ജസ്റ്റ് B2 എങ്കിലും നിങ്ങൾ കഴിഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാരമെങ്കിലും നിങ്ങളുടെ തലയിൽ നിന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. അല്ലാതെ ഇവിടെ വന്ന് ഇതെല്ലാം കൂടെ ചെയ്യാൻ നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ വലിയ സ്വർഗ്ഗമൊന്നും അല്ല ഒരുക്കി വെച്ചേക്കുന്നത്. എങ്ങനെ എന്താ പറയുന്നത്, എങ്ങനെയും ഇങ്ങോട്ട് ചാടി വന്നാൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ നരകമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ ഏറ്റവും നല്ലത് ഒരു ബർത്തനെങ്കിലും തലേന്ന് ഇറക്കി വെച്ചിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ അത് എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. പക്ഷെ എളുപ്പമല്ല. നന്നായി കഷ്ടപ്പെടണം, നന്നായി ബുദ്ധിമുട്ടണം, നല്ല സ്ട്രെസ് ഉണ്ടാവും. അപ്പം അതൊക്കെ മനസ്സിൽ ഓർത്ത് വെച്ചോളുക. പിന്നെ ലാസ്റ്റ് ഡിസിഷൻ എന്നുള്ളത് നിങ്ങളുടെ മാത്രം കാര്യമാണ്, നിങ്ങളുടെ സ്വന്തം ഡിസിഷനാണ്. നിങ്ങളായിരിക്കും നിങ്ങളെടുക്കുന്ന ആ ഒരു തീരുമാനത്തിൻ്റെ ഭവിഷ്യത്ത് എന്താണെങ്കിലും നല്ലതായാലും ചീത്തയായാലും അനുഭവിക്കേണ്ട ആൾ നിങ്ങൾ തന്നെ ആയിരിക്കും. എനിവേ, എന്നോട് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മെയിനായിട്ട് നമുക്ക് സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന 2 ക്വസ്റ്റ്യനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, അപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ അൺപാസ്ഡ് ലൈഫ് ഗാങ്ങിൻ്റെ സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്, എക്സാം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ എക്സാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നാട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ അൺപാസ്ഡ് ലൈഫ് ഗാങ്ങിന് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മുടെ ട്രെയിനിങ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിയറി ബ്ലോക്കിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു വൈവേ ടെസ്റ്റ് ഉണ്ട്. ഇത്ര മാത്രമാണ് നാട്ടിൽ നിന്ന് ഞാൻ കേട്ടിട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനെ അല്ലായിരുന്നു സാഹചര്യങ്ങൾ. ഇപ്പോൾ എത്ര വൈവേ ടെസ്റ്റ് ഞാൻ കണ്ടക്ട് ചെയ്തു എന്നുള്ളത് തന്നെ എനിക്ക് അറിയത്തില്ല. ഇവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഈ എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുമാതിരി വെറുപ്പായി തുടങ്ങിയ ഒരു അവസ്ഥയായി. കാരണം പഠിച്ച് നമുക്ക് പഠിത്തത്തിനോട് തന്നെ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു അവസ്ഥയിൽ കൂടാണ് ഞാൻ കടന്നു പോകുന്നത്. ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളെ തളർത്താൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ അതിൻ്റെ റിയാലിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പറഞ്ഞാൽ ഞാനിവിടെ വന്ന് എന്താ പറയുന്നത്, വാർഡിൽ എനിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏകദേശം 5 മാസത്തോളം എനിക്ക് ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആദ്യത്തെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ വാർഡിൽ വന്നു. അവരുടെ ഒരു ചെറിയൊരു ഒബ്സർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളോട് വാർഡ് ഇൻചാർജിനോട് അല്ലെങ്കിൽ വാർഡിലെ ആരാണോ നമ്മളെ സൂപ്പർവൈസ് ചെയ്യുന്ന നമ്മുടെ പ്രാക്ടീസ് അനലൈറ്ററിനോട് നമ്മളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. നമ്മളെങ്ങനെയുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, നമ്മളോട് വന്ന് പേഴ്സണലി ചോദിക്കും നിങ്ങൾ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ പഠിച്ചു. ഒരു ചെറിയ കുഞ്ഞൊരു കോൺവെർസേഷൻ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു എക്സാം അല്ലെങ്കിൽ ഒരു വൈവ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെയാണ് നിങ്ങളിവിടെ കണ്ടത്, നമ്മൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഐഡിയ കിട്ടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ അതത്ര വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആ ഒരു അവേഴ്സ് ഉണ്ടല്ലോ, എനിക്ക് ഇന്നറി മെഡിസിനിൽ ഏതാണ്ട് 500 സംതിങ് അവേഴ്സ് ഏതാണ്ട് ഉണ്ടായിരുന്നത് ഈ ഒരു ഇതിന് വേണ്ടി, അൺപാസിന് വേണ്ടി. അപ്പോൾ ആ ഒരു ഇന്നറി മെഡിസിൻ്റെ അവേഴ്സ് കംപ്ലീറ്റ് ആയപ്പോൾ എനിക്കൊരു മെയിൻ ആയിട്ടുള്ളൊരു ഫോസ്റ്റലും ഗെസ്പ്രാഹ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു വാർഡിൽ. അപ്പോൾ അത് എൻ്റെ പ്രാക്ടീസ് അനലൈറ്ററും അതുപോലെ വാർഡ് ഇൻചാർജും പിന്നെ ഇവിടുന്ന് നമ്മുടെ മാനേജ്മെൻറ്റിൽ നിന്നുള്ള ആൾക്കാരും അവരെല്ലാം കൂടെ വന്നിട്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ. ആ സമയത്ത് എന്തൊക്കെയാണ് ചോദിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ വീഡിയോയിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു മെയിൻ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വാർഡിൽ നമ്മുടെ ട്രെയിനിങ് പീരീഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി, നമ്മളത് പാസ്സായി. അത് കഴിഞ്ഞ് അതാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഇവിടെ ഉണ്ടായിരുന്ന വൈവേ ടെസ്റ്റ് മെയിൻ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ തിയറി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു. തിയറി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ച ഏറ്റവും ലാസ്റ്റ് ഒരു എക്സാം വരുന്നു, അത് അറ്റൻഡ് ചെയ്താൽ മതി, കഴിഞ്ഞു. അതാണ് നമ്മുടെ ഒരു ധാരണ. പക്ഷെ അല്ല, എല്ലാ തിയറി ബ്ലോക്കും കഴിഞ്ഞിട്ട് എക്സാം ഉണ്ട്. അതായത് ഇപ്പോഴത്തെ പുതിയ അൺപാസിങ്ങിൻ്റെ എന്തോ അപ്ഡേഷൻ ഏതാണ്ടാണെന്നാണ് അവർ പറഞ്ഞത്. ലാസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ബാച്ചിൽ അത് കുറച്ചും കൂടെ ഈസി ആയിരുന്നു, വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ബാച്ച് ഇപ്പോൾ പുതിയ എന്തോ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഈ ബാച്ച് തൊട്ടിട്ട് എല്ലാ മാസവും
ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സാമാണ്. അതായത് നമ്മുടെ ആ ഒരു ലാസ്റ്റ് ഫൈനൽ വൈവേ പോലെ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വൈവേ ടെസ്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ മാസത്തെ ആദ്യത്തെ ബ്ലോക്കിന് തിയറി ബ്ലോക്കിന്റെ എക്സാമിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ലാസ്റ്റ് വീഡിയോ ആണോ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണോ എനിവേ കണ്ടിട്ടില്ലാത്തവരൊന്ന് നമ്മുടെ ചാനൽ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു. അതൊരു മെയിൻ എക്സാം ആയിരുന്നു. അതും ഇതുപോലെ തന്നെ എന്താ പറയുന്നത് 3-4 പേരുണ്ടായിരുന്നു. അവർ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മളെ ആ മാസം പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയായിരുന്നു. നമുക്ക് പ്രസൻറ്റേഷൻ ആയിരുന്നു. ഓരോ കേസ് തന്നിട്ട് നമ്മൾ അതിനെ പ്രസൻറ്റ് ചെയ്യുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മാസം എനിക്ക് കിട്ടിയത് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമായിരുന്നു. എന്തൊക്കെയായിരുന്നു നമ്മൾ അവർക്ക് പേഷ്യൻ്റ് നഴ്സിംഗ് കെയർ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല, കാരണം ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ആക്കണ്ടല്ലോ, റിപ്പീറ്റ് പറഞ്ഞ് ബോറാക്കണ്ടല്ലോ. അങ്ങനെ അതൊരു മെയിൻ എക്സാം ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വൈവേ ടെസ്റ്റ് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു മാസം ഞാൻ ആംബുലൻ്റ് ഫ്രീഗേഡിയൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ ഞാൻ പറഞ്ഞില്ല കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് പോലെ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ മെയിൻ ഒരു വൈവേ ടെസ്റ്റ് ആയിരുന്നു. മെയിൻ വൈവേ എക്സാം ആയിരുന്നു. അത് അവിടുത്തെ ആ ഒരു ആംബുലൻ്റ് ഫ്രീഗേഡ് ഇൻസ്റ്റിൻ്റെ ഷെഫിനും അവിടുത്തെ ഷെഫുമാരും നമ്മുടെ പ്രാക്ടീസ് അനലൈറ്റർമാരും പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ നിന്ന് ആൾക്കാരും വന്നിട്ടാണ് ആ ഒരു എക്സാം അവിടെ കണ്ടക്ട് ചെയ്തത്. അതൊരു മെയിൻ എക്സാം ആയിരുന്നു. അപ്പോൾ തന്നെ 3 കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ബ്ലോക്കിൻ്റെ എക്സാം ഈ കഴിഞ്ഞ ആഴ്ച, ഈ ഒരു വ്യാഴാഴ്ച, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, വ്യാഴാഴ്ചയാണ് അത് കഴിഞ്ഞത്. അതും ഇതുപോലെ തന്നെ എന്താ പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള വലിയൊരു എക്സാം ആയിരുന്നു. വൈവേ ടെസ്റ്റ് ആയിരുന്നു. ഈ സെക്കൻഡ് ബ്ലോക്കിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആംബുലൻ്റ് ഫ്രീഗേഡ് ഇൻസ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ സെക്കൻഡ് ബ്ലോക്ക് മെയിനായിട്ടും. നമ്മൾ എന്താ പറയുന്നത് ആംബുലൻ്റ് ഫ്രീഗേഡ് ഇൻസ്റ്റിന് എവിടെ നിന്നാണ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നത്, അതുപോലെ ആംബുലൻ്റ് ഫ്രീഗേഡ് ഇൻസ്റ്റിൽ എങ്ങനെയൊക്കെയാണ് പേഷ്യൻറ്റിന് എന്തൊക്കെ സർവീസുകളാണ് കൊടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ എമൗണ്ടുകൾ, എവിടെ നിന്നാണ് പേഷ്യൻറ്റിന് ഈ ഒരു ഫിനാൻഷ്യൽ ആ ഒരു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്, എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആംബുലൻ്റ് ഫ്രീഗേഡ് ഇൻസ്റ്റിനെ സംബന്ധിച്ച് മാത്രമായിരുന്നു മൊത്തം കാര്യങ്ങളും ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് സെക്കൻഡ് ബ്ലോക്കിൽ. പിന്നെ വൂണ്ട് ഫെർസോർഗും ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ എന്താ പറയുന്ന വൂണ്ട് മാനേജ്മെൻ്റ് ഇല്ലേ, അതിനെക്കുറിച്ച് പഠിപ്പിച്ചു. അതുപോലെ ഷ്മേഴ്സ് മാനേജ്മെൻറ്റ്, പെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിപ്പിച്ചു. അതുപോലെ പാലിയേറ്റീവ് പേഷ്യൻ്റ് കെയറിനെ കുറിച്ച് പഠിപ്പിച്ചു. ഇപ്പം എന്താ പറയുന്നത് പാലിയേറ്റീവ് യൂണിറ്റിൽ എങ്ങനെയാണ് പേഷ്യനെ എന്താ പറയുന്നത് നമ്മൾ കെയർ ചെയ്യുന്നത്, എന്തൊക്കെ സർവീസുകളാണ് നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ എന്താണ് നമ്മുടെ ഇപ്പോൾ സ്റ്റീർബ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ഒരാൾ എന്താ പറയുന്നത് ഒരാളിപ്പോൾ മരിച്ചു, അവരെ നമ്മൾ എന്തൊക്കെ കെയറുകളാണ് നമ്മൾ മരണശേഷം നമ്മൾ കൊടുക്കുന്നത്, അതുപോലെ ഫാമിലി നമ്മളെ ബെറാറ്റുങ് അല്ലെങ്കിൽ അങ്കിഹൂറിക ബെറാറ്റുങ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അവർക്കൊക്കെ നമ്മൾ അഡ്വൈസും കാര്യങ്ങളും അതുപോലെ പേഷ്യൻറ്റിന് അഡ്വൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് എല്ലാം ഒന്നും ഓർക്കുന്നില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് ബ്ലോക്കിൽ പഠിച്ചു. പക്ഷേ അതിൽ എക്സാം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ആംബുലൻ്റ് ഫ്രീഗേഡ് ഇൻസ്റ്റിന് തന്നെയായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ ആംബുലൻ്റ് ഫ്രീഗേഡ് ഇൻസ്റ്റിൻ്റെ ഒരു എക്സാം അവിടെ കഴിഞ്ഞതാണെന്ന് ഓർത്തോണേ. എന്നിട്ട് വീണ്ടും ആംബുലൻ്റ് ഫ്രീഗേഡ് ഇൻസ്റ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഈ സെക്കൻഡ് ബ്ലോക്കിലെ എക്സാമിന് ഫോക്കസ് ചെയ്തത്. അതായത് സെക്കൻഡ് എക്സാമിന് എനിക്ക് തന്ന ക്വസ്റ്റ്യൻ്റെ ഇത് ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ പേസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആംബുലൻ്റ് ഫ്രീഗേഡ് ഇൻസ്റ്റിൽ നമ്മൾക്കൊരു പേഷ്യൻറ്റിനെ കിട്ടി. നമ്മൾ അവിടെ പോയപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കിട്ടി. ആ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ എനിക്ക് കിട്ടിയ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുള്ളിക്കാരനാണ്. 48 വയസ്സുള്ള ഒരു പുള്ളിക്കാരനായിരുന്നു. അയാളൊരു ക്രെയിൻ ഓപ്പറേറ്ററാണ്. അപ്പോൾ അയാളൊരു നേരത്തെ തന്നെ റിട്ടയർഡ് ആയ ഒരു മനുഷ്യനാണ്. കാരണം അയാൾക്ക് 2 വട്ടം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അയാൾക്കൊരു ഫൗക്ക എന്ന് പറയും, ഇവിടെ പെരിഫറി ആർട്ടീരിയാലെ ഫ്രഷൂസ് ക്രാങ്കൈറ്റ് എന്ന് പറയും. നമ്മുടെ ഈ ആർട്ടറി ചുരുങ്ങിയിട്ട് അവിടേക്ക് നമ്മുടെ ടിഷ്യൂലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാതെ വരിക, അങ്ങനത്തെ ഒരു കണ്ടീഷനാണത്. അപ്പോൾ അതുണ്ട് പുള്ളിക്ക്. അതുപോലെ തന്നെ പുള്ളിക്ക് ഒരു ബൈപ്പാസ് ചെയ്തതാണ്. പിന്നെ എന്താ പറയുക പുള്ളിയുടെ കാലിൽ ഒരു വൂണ്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫൗക്ക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ്റെ കോംപ്ലിക്കേഷനായിട്ട് പുള്ളിക്ക് ഒരു അൾസറേറ്റീവ് വൂണ്ട് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതല്ല അവിടെ വന്നത്. അയാൾക്കൊരു വൂണ്ടുണ്ട്, പക്ഷേ അതൊരു ബ്രാൻഡ് വൂണ്ട് എന്ന് പറയും, അതായത് പൊള്ളലേറ്റ വൂണ്ടാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ എനിക്ക് ഈ ഒരു ഇത് കിട്ടിയപ്പോൾ എന്നോട് ആദ്യം തന്നെ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റിൽ നിന്ന് ആളുണ്ടായിരുന്നു, അതുപോലെ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഉണ്ടായിരുന്നു, 2 പേരായിരുന്നു ഉണ്ടായിരുന്നത് എക്സാമിന്. അപ്പോൾ എന്നോട് ആദ്യം തന്നെ പറഞ്ഞത്, നിനക്കറിയാലോ നീ ഓൾറെഡി ആംബുലൻ്റ് ഫ്രീഗേഡ് ഇൻസ്റ്റിന് പോയതല്ലേ, അപ്പോൾ നിൻ്റെ പേഷ്യൻറ്റിന്, അപ്പോൾ നമുക്ക് ആ ഒരു ഇത് കേസ് ഷീറ്റ് വായിക്കാനായിട്ട് നമുക്ക് തരും. അത് വായിച്ചിട്ട് എൻ്റെ ആ ഒരു പേഷ്യൻറ്റിനെ ഞാൻ ഈ ഒരു നമ്മൾക്ക് എക്സാം ഇടാനായിട്ട് വന്നേക്കുന്ന ആ ഒരു മേഡം ഉണ്ടല്ലോ, ആ പുള്ളിക്കാരിക്ക് ഞാൻ
ഹാൻഡ് ഓവർ കൊടുക്കണം. എങ്ങനെയാണ് നീ ഹാൻഡ് ഓവർ കൊടുക്കുന്നത്? അപ്പോൾ നിന്റെ പേഷ്യൻറ്റിന് നീ ഹാൻഡ് ഓവർ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിയല്ല പറയുന്നത്, നമ്മൾ അത് വായിച്ച് മനസ്സിലാക്കിയ ഒരു ഐഡിയ മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ അല്ലാതെ തന്നെ പറയണേ, എൻ്റെ പേഷ്യൻ്റെ പേര് ഇന്നതാണ്, എൻ്റെ പേഷ്യൻ്റ് ഇത്ര വയസ്സുണ്ട്, അയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അയാൾക്ക് എന്താ പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. നമുക്ക് അയാൾക്ക് 2 വട്ടം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, ബൈപ്പാസ് ചെയ്തതാണ്, അയാൾക്ക് പേ ഓഫ് ഔക്ക എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, അയാൾക്കിപ്പോൾ ഒരു വൂണ്ടുണ്ട്, അത് എവിടെയാണ്, റൈറ്റ് ലെഗിൽ റൈറ്റ് സൈഡിൽ ഫൂട്ടിലാണ് ആ വൂണ്ടുള്ളത്, അതെന്ത് വൂണ്ടാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം, അത് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത് കിടക്കുന്നത് നേഴ്സിംഗ് മാനേജ്മെൻറ്റിലോട്ടാണ്. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലായാലും നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു കണ്ടീഷൻ എഴുതുമ്പോൾ കണ്ടീഷനെ കുറിച്ചും അതിൻ്റെ പതോഫിസിയോളജിയും അതിൻ്റെ സിംറ്റംസും അതും ഇതൊക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേഷനും ഒക്കെ എഴുതിയതിന് ശേഷം നമ്മൾ ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ എഴുതുന്നത് നേഴ്സിംഗ് പ്രോസസ്സാണ്. നമ്മളൊരു 3-4 നേഴ്സിംഗ് പ്രോസസ്സൊക്കെ എഴുതും. നേഴ്സുമാരാകുമ്പോൾ അറിയാമല്ലോ, നമുക്കറിയാം, നാട്ടിൽ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, നമുക്കൊരു 5-6 എണ്ണം നേഴ്സിംഗ് പ്രോസസ്സ് എങ്കിലും എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് ആ ഒരു മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നേഴ്സിംഗ് പ്രോസസ്സ് എന്നല്ല അവിടെ പറയുന്നത്, നേഴ്സിംഗ് കെയറിനാണ് ആ ഒരു ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ആസ് എ നേഴ്സ് ഞാൻ എന്തൊക്കെ കെയർ ഈ പേഷ്യൻറ്റിന് കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ഈ പേഷ്യൻ്റ്, അതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഈ പേഷ്യൻ്റ് ഈ ഒരു ബൈപ്പാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ആൻറ്റികോയാഗുലേഷൻ മെഡിക്കേഷൻ എടുക്കുന്ന ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ ആ മെഡിസിൻ ആ പേഷ്യൻറ്റിനില്ല. പേഷ്യൻ്റെ കയ്യിൽ ഇന്ന് ഞാൻ ചെന്നപ്പോൾ, ഞാൻ അവിടെ വിസിറ്റിന് ചെന്ന സമയത്ത് ഇന്ന് വരെയുള്ള മെഡിസിനെ പേഷ്യൻ്റെ കയ്യിലുള്ളൂ, നാളത്തേക്കുള്ള മെഡിസിൻ ഇല്ല. അതൊരു പ്രോബ്ലമാണ്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇയാളൊരു സ്റ്റാർക്ക് റൗഹറാണ്, അതായത് റൗഹർ എന്ന് തന്നെയാണോ, റൗഹ എന്നാണെന്ന് തോന്നുന്നു. അതായത് അയാളൊരു എന്താ പറയുന്ന, ഒരു സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അയാൾക്ക് ഒരു 2 വീക്കായിട്ട് ഭയങ്കര ബ്ലഡ് പ്രഷർ ഭയങ്കര കൂടുതലാണ്. 2 വീക്കായിട്ട് അയാൾക്ക് ഭയങ്കര ബ്ലഡ് പ്രഷർ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് ഒരു കംപ്ലയിൻസ് ആയിട്ട് അവിടെ ഉള്ളത്. 3 കാര്യങ്ങൾ. അതിൻ്റെ കൂടെ വൂണ്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ മെയിൻ നേഴ്സിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ നേഴ്സിംഗ് കെയറിൽ നമ്മൾ മാനേജ് ചെയ്യേണ്ട 4 കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ അയാളൊരു സ്മോക്കറാണെന്ന് ഞാൻ പറഞ്ഞില്ല, സ്മോക്കിംഗ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അതിന് നമുക്കിപ്പോൾ അയാളോട് ചെന്നിട്ട് നിങ്ങൾ സ്മോക്കിംഗ് നിർത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരിക്കലും അയാൾക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു പേ ഓഫ് ഔക്ക എന്ന് പറയുന്നത് ഇയാൾക്കുള്ള അസുഖത്തിൻ്റെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതായത് ഈ സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അയാൾക്ക് ആസ് എ നേഴ്സ് നമുക്ക് അയാൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം. അയാൾക്കൊരു പെട്ടെന്ന് അത് നിർത്താനായിട്ട് അയാൾക്ക് പറ്റത്തില്ല. അപ്പോൾ പതുക്കെ നമുക്ക് ആ ഒരു സിഗരറ്റിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് വരാൻ അയാൾക്ക് അഡ്വൈസ് കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, ബാക്കി അയാളുടെ കയ്യിലാണ്. അപ്പോൾ അത് നമുക്കൊരു കെയർ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ബ്ലഡ് പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ചെന്ന് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാം. അതൊരു ബെഹാൻഡിലും ഫ്ലീഗയാണ്. നമ്മൾ ആംബുലൻ്റെ ഫ്ലീഗ പോകുമ്പോൾ കോപ്പർ ഫ്ലീഗയുണ്ട്, ബെഹാൻഡിലും ഫ്ലീഗയുണ്ട്. അതായത് ബെഹാൻഡിലും ഫ്ലീഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കൊളോസ്ട്രോമ എക്സലൻ ചെയ്യുക, വുണ്ട് കെയർ ചെയ്യുക, ഇതൊക്കെ ഹാൻഡിലും ഫ്ലീഗയാണ്. കോപ്പർ ഫ്ലീഗ എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിപ്പിക്കുക, തുടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോപ്പർ ഫ്ലീഗ. അപ്പോൾ ഇതൊരു ഹാൻഡിലും ഫ്ലീഗയാണ്. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക എന്നുള്ളത്, നമ്മൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും. നമുക്ക് അവിടുന്ന് ഈ ആംബുലൻ്റെ ഫ്ലീഗഡിൻസിന് പോകുമ്പോൾ നമ്മൾ ഒരു ഹാൻഡി നമുക്ക് തരും, അതായത് ഒരു ഫോൺ നമുക്ക് തരും. അതിനകത്താണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് പ്രഷർ എത്രയാണ് ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. 2 ആഴ്ചയായിട്ട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് നമുക്ക് നേരിട്ട് ഡോക്ടറിനെ വിളിച്ച് ഇൻഫോം ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ആംബുലൻ്റെ ഫ്ലീ ഗൈഡൻസിൽ ഇല്ല. അപ്പോൾ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ PDL എന്ന് പറഞ്ഞിട്ട് അവിടെ ബ്യൂറോയിൽ മെയിനായിട്ടൊരു ഷെഫിന് ഇരിപ്പുണ്ടാവും. അവരെയാണ് നമ്മൾ ഇൻഫോം ചെയ്യുന്നത്, അവരാണ് ഡോക്ടറിനെ ഇൻഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവരെ ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ഡേറ്റ് അവിടെ ഉണ്ടാവും. എല്ലാ വീടുകളിലും ഒരു ഫയൽ ഉണ്ടാവും പേഷ്യൻറ്റിൻ്റെ. അപ്പോൾ ആ ഫയലിൽ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻ ഉണ്ടെങ്കിൽ നമുക്കത് ഡോക്ടർ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കത് അതിനകത്ത് ഞാൻ പറഞ്ഞത്. ഇത്രയൊക്കെയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ 2 പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തു. സ്മോക്കിങ്ങിൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞു, ദെൻ ബ്ലഡ് പ്രഷർ നമ്മൾ പറഞ്ഞു. പിന്നെ 3ാമത്തെ പ്രശ്നം പേഷ്യൻറ്റിന് നാളത്തേക്ക് മെഡിസിൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നാളത്തേക്ക് നമ്മൾ ആംബുലൻ്റെ ഫ്ലീഗഡ് ഇൻസ്റ്റിൽ എല്ലാ വീക്കെൻഡിലും നമ്മൾ ഒരു വീക്കിലേക്കുള്ള മെഡിസിൻ നമ്മൾ ഫോർബറൈറ്റും ചെയ്യുക, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഡോക്ടറിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ ബ്യൂറോയിൽ നിന്നും പ്രിപ്പയർ ചെയ്ത മെഡിസിൻ എടുത്തുകൊണ്ട് വരികയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പേഷ്യൻറ്റിന് ഓൾറെഡി എല്ലാ ദിവസവും ഈ ആൻറ്റിബയോട്ടിക്
കഴിക്കുന്ന പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കണം. അത് പേഷ്യൻറ്റിൻ്റെ എല്ലാ വീട്ടിലും ഇതുപോലൊരു മെഡിസിൻ ബോക്സ് ഉണ്ടാവും. ആ മെഡിസിൻ ബോക്സിൽ നമ്മുടെ മെഡിസിൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓഫീസിൽ ഇൻഫോം ചെയ്ത് നമ്മൾ അടുത്ത ഷിഫ്റ്റ് വരുന്ന ആൾ മെഡിസിൻ കൊണ്ട് വരും. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ആക്കി. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പേഷ്യൻ്റ് ആൻറ്റികോയാഗുലൻ്റ് എടുക്കുന്ന ഒരു പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പേഷ്യൻ്റ് ഓൾറെഡി വൂണ്ടുണ്ട്. അപ്പോൾ ആ വൂണ്ടിൽ നിന്ന് എന്തെങ്കിലും ബ്ലഡോ കാര്യങ്ങളോ എക്സ്ട്രാ, അതായത് അറിയാമല്ലോ നമ്മൾ ബ്ലഡ് കൊയാഗുലേറ്റ് ആകാതിരിക്കാൻ കൊടുക്കുന്നതാണ് ആൻറ്റികൊയാഗുലൻ്റ്. അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വൂണ്ട് കെയർ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ എന്താ പറയുന്ന ഈ ഒരു എന്താണ് നമ്മുടെ ഗവർണറും പാരാമീറ്റർ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതായത് ആ ബ്ലഡ് എന്താണ് പറയുന്നത് സർക്കുലേഷൻ്റെ പാരാമീറ്റർ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവം. അതെന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. അത് നമ്മൾ പുസ്തകത്തിൽ വായിച്ച സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനത് പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പോൾ അത് പറഞ്ഞു. പിന്നെ അടുത്ത് നമ്മുടെ നേഴ്സിംഗ് മാനേജ്മെൻറ്റ്, ഞാൻ ഏറ്റവും ലാസ്റ്റാണ് വൂണ്ട് മാനേജ്മെൻറ്റിലേക്ക് വന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൂണ്ട് ആദ്യം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. വൂണ്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. വൂണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനായിട്ട് ഞങ്ങളെ ഈ സെക്കൻഡ് ബ്ലോക്കിൽ പഠിപ്പിച്ചതാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഉറപ്പ് ആ ഒരു പോർഷൻ എത്തുമ്പോൾ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് എന്ത് ചെയ്തു, എനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഇത് എത്തുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇൻ ബിറ്റ്വീൻ എന്നോട് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുകയില്ല. ഞാനൊന്നും ഞാൻ ഒട്ടും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് വൂണ്ടിലേക്ക് എത്തിയത്. ശരിക്കും എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേഴ്സിംഗ് മാനേജ്മെൻറ്റ് വൂണ്ട് കെയർ ആണ് ഇവിടെ. അപ്പോൾ ഞാൻ വൂണ്ട് കെയർ ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ നേഴ്സിംഗ് കെയർ എന്ന് പറയുന്നത് വൂണ്ട് മാനേജ്മെൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ആ വൂണ്ട് മാനേജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പം എന്താ പറയുന്നത്, നമ്മൾ വൂണ്ട് എങ്ങനെയാണ് വൂണ്ട് ഫർസോർഗും എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അതായത് നമ്മൾ വൂണ്ട് ചെയ്യുമ്പോൾ ആ വൂണ്ടിൻ്റെ എങ്ങനത്തെ വൂണ്ടാണ്, അത് തീഫായിട്ടുള്ള, അതായത് ഭയങ്കര ഡീപ്പായിട്ടുള്ള വൂണ്ടാണോ അല്ലെങ്കിൽ ചെറിയ വൂണ്ടാണോ, അതിന് എന്താ പറയുന്നത് അതിൻ്റെ ഉംകേബും അതിൻ്റെ സറൗണ്ടിങ്സ് എങ്ങനെയാണ്, എന്തെങ്കിലും ഗഷ്വോളൻ എന്ന് പറയും, അതായത് സ്വെല്ലിംഗ് ഉണ്ടോ അല്ലെങ്കിൽ ട്രോക്കൻ ഭയങ്കര ഡ്രൈ ആണോ അല്ലെങ്കിൽ ഷൂപ്പിഷ് എന്ന് പറയും, നമ്മുടെ ഈ ചെതുമ്പൽ പോലൊക്കെ ഉണ്ടോ, അതുപോലെ ഈ വൂണ്ടിൽ എന്തെങ്കിലും കൈം ഡെസീഡിലും അതായത് ബാക്ടീരിയയുടെ എന്തെങ്കിലും പ്രസൻസ് ഉണ്ടോ, വൂണ്ട് ഗെറോയിഷ് എന്ന് പറയത്തില്ല. ഇതൊക്കെ കറക്റ്റ് ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. നമ്മളിത് പഠിച്ചത് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. വൂണ്ട് ഗെറോയിഷ് എന്ന് തന്നെയാണോ ഉച്ചാരണം എന്നറിയില്ല, പക്ഷെ അത് വൂണ്ടിൻ്റെ സ്മെല്ലാണ് ഉദ്ദേശിക്കുന്നത്. അത് ഭയങ്കര സ്റ്റാർക്ക് ആയിട്ടുള്ള സ്മെല്ലാണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടായിരിക്കും. അത് ആ ഒരു സ്മെല്ല് ഭയങ്കര സ്റ്റാർക്ക് ആണെങ്കിൽ തന്നെയും അത് പേഷ്യൻറ്റിൻ്റെ ഡെയിലി ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ ആർക്ക് പോകുന്നതിനും എടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. മറ്റുള്ള ആൾക്കാർക്ക് ഒരു അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യത്തില്ല ഇവർ വന്നിരിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ വൂണ്ടിൻ്റെ കളർ എന്താണ്, അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ വൂണ്ടിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം. അപ്പോൾ ഞാനതിൽ കുറച്ച് കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഇവർ എന്നോട് പറഞ്ഞു, ഇടയ്ക്ക് കയറി ഇവർ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ 10 മിനിറ്റ് എക്സാം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇടയ്ക്ക് അവർ ഇട്ട് കയറി ക്വസ്റ്റ്യൻ ചോദിച്ചു. എൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ ഞാൻ വൂണ്ടിലേക്ക് വരുമ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത് എൻ്റെ ഒരു പ്രഡിക്ഷൻ ആയിരുന്നു. അതെനിക്ക് അതേപോലെ തന്നെ സംഭവിച്ചു. ഞാൻ വൂണ്ട് തുടങ്ങി ജസ്റ്റ് ഇതായപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞു വൂണ്ടിൻ്റെ ഉത്സാഹൻ എന്താണെന്ന് നമ്മൾ നോക്കണം, ആർട്ടൻ എന്താണെന്ന് നോക്കണം എന്ന് ആദ്യം പറഞ്ഞു. ആർട്ടൻ എന്ന് പറഞ്ഞാൽ അത് ഏത് കൈൻഡ് ഓഫ് വൂണ്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊരു ബ്രാൻഡ് വൂണ്ടാണ്, അതൊരു തെർമൽ വൂണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു തെർമൽ വൂണ്ടാണ്. അതിൻ്റെ ഷ്വേർഗരാഡ് അല്ലെങ്കിൽ അതിൻ്റെ സിവിയാരിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം പേഷ്യൻ്റ് എക്സ്പോണീറൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അതനുസരിച്ചും, അതുപോലെ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഇംഗ്ലീഷും ജർമ്മനും ഞാൻ പറയുന്നുണ്ട്, അതൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ഒരു വൂണ്ടിൻ്റെ തീഫ് എത്രത്തോളം തീഫാണ് എത്രത്തോളം ഡീപ്പാണ് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തത്. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു ഈ ഒരു പുള്ളിക്കാരി കയറി പിടിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു ഈ ഒരു വൂണ്ട് എങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു ഇതൊരു ബ്രാൻഡ് വൂണ്ടാണ്. ആ ബ്രാൻഡ് വൂണ്ട് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സ്റ്റക്കായി കേട്ടോ. അതെങ്ങനെ വന്നു എന്നുള്ളത് എൻ്റെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. എനിക്കെങ്ങനെ അറിയാം അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ലല്ലോ. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഉടനെ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല, ഞാൻ ആകെ ബ്ലാങ്ക് ആയിട്ടിരിക്കും കേട്ടോ, എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി വീണ്ടും ചോദിച്ചു ഈ വൂണ്ട് എങ്ങനെ വന്നു എന്ന് നീ പറ. എനിക്കത് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തുടർച്ചയായി കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കും. ഇതെങ്ങനെ വന്നു എന്ന് നീ പറ, എന്നാലല്ലേ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു ഇതിനകത്ത് കൊടുത്തിട്ടില്ല, എങ്ങനെ വന്നു എന്ന് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചിരിച്ചു. എന്നിട്ട് എന്ന് പറഞ്ഞു നീ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ പോസിബിലിറ്റി പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോസിബിലിറ്റി പറയാൻ പറഞ്ഞപ്പോൾ എനിക്കറിയാം ഈ നമ്മൾ പെയാഫൗക്ക എന്ന് പറയുന്ന ഈ കണ്ടീഷനുള്ള, അതായത് പെരിഫറി ആർട്ടീരിയലെ ഫ്രഷസ് ക്രാങ്ക് ഹൈത്ത്,
ഈ ഒരു കണ്ടീഷനുള്ള പേഷ്യൻറ്റിന് ഓൾറെഡി സ്റ്റാർക്കായിട്ടുള്ള ഷ്മേഴ്സൺ ഉണ്ട്, പെയിൻ ഉണ്ട്, കൈകാലുകൾക്കൊക്കെ നല്ല പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ബിവേഗും സൈൻ ഐൻഷ്രങ്കും എന്ന് പറയും, അതായത് മൂവ്മെൻറ്റ് റിസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്ത സമയത്തോ വല്ലോ ബൈ മിസ്റ്റേക്ക് അവരുടെ കാലേ വീണ് പൊള്ളിയതായിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ ചിരിച്ചു. സത്യം പറഞ്ഞാൽ അതൊരു റീസൺ ആണെങ്കിലും അതിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ അതായിരുന്നില്ല. ഇതും പറയാം, ഇത് തെറ്റാന്നല്ല പറഞ്ഞത്, ഇതും ഒരു പോസിബിലിറ്റി പറയാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോസിബിലിറ്റി പറയാം, മനസ്സിലായോ? പക്ഷേ ഈ ഒരു പേഫൗക്ക ഉള്ള പേഷ്യൻറ്റിന് സെൻസിബിലിറ്റാറ്റ് സ്റ്റോറിംഗ് എന്ന് പറഞ്ഞിട്ട് സെൻസ് അറിയാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം മേ ബി അവർ ചൂടാണെന്ന് അറിയാതെ ആ സാധനത്തിൽ എന്തെങ്കിലും ചൂടുവെള്ളത്തിലോ വല്ലതും പോയി പിടിച്ചിട്ടുണ്ടാവും, അത് കാലേ വീണ് പൊള്ളിയിട്ടുണ്ടാവും. അതായിരുന്നു അതിൻ്റെ എക്സാക്റ്റ് ആൻസർ വരേണ്ടത് എന്നാണ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞതും തെറ്റാണെന്ന് അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞു ഓക്കെ ശരിയാണ്, സത്യമാണ്, പേഷ്യൻറ്റ് മൂവ്മെൻറ്റ് റിസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം ആ ഒരു പേഫൗക്ക എന്ന് പറയുന്ന ഒരു കണ്ടീഷന് 4 സ്റ്റേജ് ഉണ്ട്. ഈ പേഷ്യൻറ്റിന് ഓൾറെഡി 4ാമത്തെ സ്റ്റേജിൽ എങ്ങാണ്ടാണ്. അപ്പോൾ ആ ഒരു 4ാമത്തെ സ്റ്റേജിലുള്ള പേഷ്യൻറ്റിനെ സംബന്ധിച്ച് മൂവ്മെൻറ്റ് റിസ്ട്രിക്ഷൻ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതും ശരിയാണ്. പക്ഷേ എങ്കിലും ഇതായിരുന്നു ഒന്നും കൂടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. സെൻസിബിലിറ്റാറ്റ് സ്റ്റോറിംഗ് ഉണ്ട്, സെൻസ് അറിയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി ഇത്. അപ്പോൾ അതൊന്ന് ഓർത്തേ, അത് ഒരിക്കലും ഈ ഒരു പേഫൗക്ക എന്ന് പറയുന്ന കണ്ടീഷനുള്ള പേഷ്യൻറ്റിന് ഓട്ടോമാറ്റിക്കലി 4ാമത്തെ സ്റ്റേജിൽ വൂണ്ട് അൾസർ ഉണ്ടാവും. ഇവിടെ അതിന് ഉൾക്കസ്ക്രൂറീസ് എന്നാണ് പറയുക. അൾസർ ഇല്ലേ നമ്മുടെ കാലിൽ നമ്മൾ ഡയബറ്റിക് ഒക്കെ വരുമ്പോൾ പോലെ, ഡയബറ്റിക് ഫുഡൊക്കെ പോലെ അത് ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. പക്ഷെ എന്നിട്ട് പോലും അവർ അതിനെ ബ്രാൻഡ് വൂണ്ട് ആക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ്റെ സിംറ്റം നമ്മൾ നന്നായി നമുക്കറിയാമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചാലെന്ന് ഓർത്തെ, പേഷ്യൻറ്റ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. ഹാർട്ട് അറ്റാക്ക് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനെ നമ്മൾ നന്നായി അറിഞ്ഞാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു കണ്ടീഷൻ്റെ കോംപ്ലിക്കേഷനാണ് ഹാർട്ട് അറ്റാക്ക്. പേഷ്യൻറ്റിന് ഓൾറെഡി ഈ ഒരു കണ്ടീഷൻ കാരണമാണ് ഈ ഹാർട്ട് അറ്റാക്ക് വന്നത്. അപ്പോൾ ഈ കണ്ടീഷനെ കുറിച്ച് നന്നായി അറിഞ്ഞാലേ മാത്രമേ നമുക്ക് അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്ര നല്ല രീതിയിൽ നമ്മൾ ആ കണ്ടീഷൻ പഠിക്കണം, മനസ്സിലായോ? അത് എനിക്കറിയാമായിരുന്നു, ഈ കണ്ടീഷൻ്റെ കോംപ്ലിക്കേഷനാണ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഈ സെൻസിബിലിറ്റാറ്റ് സ്റ്റോറിംഗ് എന്നുള്ളത് ഞാൻ പഠിച്ചെങ്കിലും എനിക്ക് അത്രയും സെൻസ് ഉണ്ടായിരുന്നില്ല, അത്രത്തോളം ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ഒരിക്കലും അത് ചിന്തിച്ചില്ല. അത് എന്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് വരുന്നതാണല്ലോ, പിന്നെ ഇവർ എന്തിനാണ് ഇതിങ്ങനെ കൊടുത്തേ എന്നുള്ളത് ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് നേരെ വന്നത്. പക്ഷെ അത്ര ഡീപ്പായിട്ട് നിങ്ങൾ ചിന്തിക്കണം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർ എന്നോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൂണ്ട്, അതായത് ഇതെന്ന് പറയുന്ന ഒരു ഷ്ലെഷ്ടെ ഹൈലൻഡ് വൂണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇത് കരിയാത്തൊരു വൂണ്ടാണ്, ഇത് ഒരു പൊള്ളിയ വൂണ്ടാണ്, പക്ഷേ ഇത് കരിയുന്നില്ല. അപ്പോൾ വൂണ്ട് കരിയാത്തത് എന്തുകൊണ്ടെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അതും ഈ പേഫൗക്ക എന്ന് പറയുന്ന കണ്ടീഷൻ്റെ കോംപ്ലിക്കേഷനാണ്. 3 സിംറ്റംസ് ആണ് അതിനുള്ളത്. മെയിനായിട്ടും എന്താ പറയുന്നത്, നമുക്ക് സെൻസിബിലിറ്റാറ്റ് സ്റ്റോറിംഗ് ഉണ്ട്, പിന്നെ പേഷ്യൻറ്റിന് നല്ല ഷ്മേഴ്സൺ ഉണ്ടാവും, പിന്നെ ആണെങ്കിൽ പേഷ്യൻറ്റിന് ഈ ഒരു വൂണ്ട് കരിയാത്ത വൂണ്ടുകൾ, അതായത് എന്തെങ്കിലും വൂണ്ടോ മറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ, അത് മുറിവുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് കരിയത്തില്ല, അത് ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പേഫൗക്കയുടെ കോംപ്ലിക്കേഷനാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ അതെന്തുകൊണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ പതോഫിസിയോളജി പറയാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതിങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ ഈ ഒരു കണ്ടീഷനുള്ള പേഷ്യൻറ്റിന് അയോർട്ട ചുരുങ്ങുകയും അതിൽ അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത്, ഇത് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അതുപോലെ ആ ഒരു ടിഷ്യൂവിലേക്ക് ആവശ്യത്തിനുള്ള സവാസ്റ്റോഫ് ഓക്സിജൻ എത്താതെ വരികയും അത് കാരണം നമുക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ വരുമ്പോൾ കൊണ്ടാണ് ഇത് കരിയാത്തത്. അതാണ് അതിൻ്റെ പതോഫിസിയോളജി. പക്ഷേ ഞാനത് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവരെന്നോട് പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് നമ്മുടെ നാട്ടിൽ നമ്മളിങ്ങനെയാണ് പഠിക്കുക, നമ്മൾ അങ്ങ് വരുന്നത് തൊട്ട് ഇങ്ങ് വരുന്നത് വരെ നമ്മൾ പഠിക്കും. പക്ഷെ അവർക്ക് അത് വേണ്ടായിരുന്നു. അവർക്ക് ആ ലാസ്റ്റിലത്തെ ദുഷ്ബ്ലൂട്ടും നന്നായിട്ട് നല്ല ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഓക്സിജൻ ആ ടിഷ്യൂലേക്ക് എത്താത്തത് കൊണ്ടാണ് അത് കരിയാത്തതെന്നുള്ള ഒറ്റ സിമ്പിൾ ആൻസർ മതിയായിരുന്നു. പക്ഷെ അവരതല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പറയുന്നത് തെറ്റായിരിക്കും. ഞാനപ്പോൾ ഇത് പേഫൗക്ക അല്ലാതെ മറ്റൊരു റീസൺ ഇല്ല ഇതിൽ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ കൂടെ ഇരുന്ന മേഡം എന്നോട് പറയുന്നുണ്ട് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് അങ്ങനെയാണ്. പക്ഷെ അപ്പോഴേക്കും എനിക്ക് സ്ട്രെസ്സായി, കാരണം എനിക്കറിയാവുന്ന ഒരേ ഒരു റീസൺ ഇതാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവർ കുറേ ശ്രമിച്ചു എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാൻ. പക്ഷേ എനിക്ക് ആൻസർ അറിയാം, ഒന്ന് ഓർത്ത് എനിക്കറിയാം ആൻസർ, ഞാൻ കറക്റ്റായിരുന്നു പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. പക്ഷെ അവരവിടെ വെച്ച് ഇതല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഈ ലാസ്റ്റിലത്തെ പോയിന്റ്സ് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന്.
പക്ഷേ എനിക്ക് അറിയാമായിരുന്നിട്ട് ഞാൻ അതിന് ആൻസർ പറഞ്ഞില്ല ആ ഒരു ക്വസ്റ്റ്യൻ്റെ. അത് മാത്രമേ ഞാൻ പറയാതിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ. അപ്പോഴേക്കും 10 മിനിറ്റിൻ്റെ എക്സാം 17 മിനിറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, ഓക്കെ, നന്നായി തന്നെ പ്രസൻറ്റ് ചെയ്തു നീ, നിൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ നിൻ്റെ ലാംഗ്വേജിൽ എപ്പോഴും സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ചുവ കയറി വരുന്നുണ്ട്. അതെന്നോട് ഇവിടെ വരുമ്പോൾ തൊട്ട് ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് പ്രൊനൗൺസിയേഷൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ജർമ്മൻ പറയാൻ പറയുമ്പോൾ ഞാൻ അധികം സംസാരിക്കാത്തത്. ഞാൻ സംസാരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും എനിക്ക് ഇംഗ്ലീഷിൻ്റെ ചുവ എപ്പോഴും കയറി വരും. നമ്മൾ ഈ ഒരു 10-30 കൊല്ലം പഠിച്ച കാര്യം ഇത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ചില വാക്കുകൾ ഇംഗ്ലീഷുമായിട്ട് ഭയങ്കര റിലേഷനുള്ള വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇംഗ്ലീഷിൻ്റെ ചുവ കയറി വരും. അപ്പം എനിക്ക് പറഞ്ഞു നീ സംസാരിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഇത് കയറി വരുന്നുണ്ട്, അത് നീ കുറേ കൂടെ ശ്രദ്ധിക്കണം. പിന്നെ നിനക്ക് തിയററ്റിക്കലി നിനക്ക് കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷേ നീ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിനക്ക് ആ ഒരു നമ്മൾ പഠിക്കുന്ന പോലെയല്ല പല കാര്യങ്ങളും നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഫീൽഡിൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, കുറേ കൂടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നീ പോകെ വർക്ക് ചെയ്തേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു ഫീഡ്ബാക്കാണ് എനിക്ക് തന്നത്. അങ്ങനെ എൻ്റെ സെക്കൻഡ് ബ്ലോക്കിലെ എക്സാം ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി തേർഡ് ബ്ലോക്കാണ് നമുക്ക് വരുന്നത്. അത് ഫെബ്രുവരി 14 കാരണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് മാർച്ച് 8 നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവുകയാണ്. പക്ഷേ അതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒട്ടും എളുപ്പമല്ലാത്തൊരു മാസമാണ് നമുക്കത്. കാരണം 2 എക്സാമാണ് നമുക്ക് വരുന്നത്. ഫെബ്രുവരി 19 പാലിയേറ്റീവിൻ്റെ എക്സാം വരുന്നുണ്ട്. ഇപ്പോൾ പാലിയേറ്റീവ് ഇപ്പോൾ ഈ വീക്കിൽ പഠിപ്പിച്ചില്ല, അതും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ ഈ വീക്കിൽ ആംബുലൻസ് ഫ്ലീക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ പാലിയേറ്റീവിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫെബ്രുവരി 19 പാലിയേറ്റീവിൻ്റെ എക്സാമാണ്. അത് കഴിഞ്ഞിട്ട് മാർച്ച് 8 നമ്മുടെ മെയിൻ എക്സാം ആണ്. അത് സൈക്കാട്രി ആയിരിക്കും മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് എക്സാമിനെന്നാണ് പറഞ്ഞത്. അങ്ങനെ മാർച്ച് 8 നമ്മൾ ഈ ഒരു ഭാരം തലേന്ന് ഇറക്കി വെക്കും. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. അത്ര വലിയ സ്ട്രെസ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. ഇതിനോടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒന്നാമതേ അറിയാമല്ലോ ഈ ക്ലൈമറ്റ്, ഒരു വൃത്തികെട്ട ക്ലൈമറ്റ്, തണുപ്പും അതിലൂടെ നമ്മൾ ഒറ്റയ്ക്ക് ഭയങ്കര ഒരു ലോൺലിനെസ്സും. എല്ലാവരും എന്നോട് പറയാം വൈറ്റമിൻ സി ഒക്കെ എടുക്കാൻ പറഞ്ഞാൽ വൈറ്റമിൻ സി ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാലും വിൻ്റർ ഡിപ്രഷൻ നന്നായിട്ട് എന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ കൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു 3 വീക്കോളം ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഇന്നിപ്പോൾ എന്തായാലും ഇന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ മറന്നു പോകും. അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. എങ്ങനെയായാലും എനിക്കിതൊന്ന് താത്തിറക്കി വെച്ചാലും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അടുത്ത മാസം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്സുള്ള മാസമാണ്. ഈ മാസം ഒരുപാട് പേർക്ക് നമ്മൾ മെസ്സേജ് അയച്ചിട്ടൊന്നും റിപ്ലൈ തരാതിരുന്നിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ട് അല്ലെങ്കിൽ ഒരു കാരണം കൊണ്ടൊക്കെയാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ ദിവസവും ഹോംവർക്കും പഠിക്കാനും പ്രസൻറ്റേഷനും അതും ഇതും. ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഈ കുറച്ച് ദിവസം ഇനി ഡ്യൂട്ടി ഉള്ളൂ. തിങ്കളാഴ്ച തൊട്ടിട്ട് അടുത്ത മാസം ഒരു 13 വരെ കണ്ട് ഡ്യൂട്ടി ഉള്ളൂ, 12 വരെ. ആ ഒരു ഡ്യൂട്ടി ടൈമിൽ പോലും ഞങ്ങൾക്കൊന്ന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഒരു ലോഡ് കണക്കിന് പഠിക്കാനായിട്ടും ഹോംവർക്കും അതും ഇതും പ്രസൻറ്റേഷനും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് വിളിച്ചൊന്നും ആരോടും സംസാരിക്കാനായിട്ടുള്ള ടൈം കിട്ടുന്നില്ല. പറ്റുന്ന പോലെയൊക്കെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.